രാവിലെ 10:30 AICC ട്രഷറർ അജയ് മാക്കൻ ഒരു ട്വീറ്റ് ചെയ്തു. ട്വീറ്റിലൂടെ അദ്ദേഹം അറിയിച്ചത് ഇതാണ്: 11 മണിക്ക് AICC ആസ്ഥാനത്ത് വെച്ച് താൻ ഒരു വാർത്താ സമ്മേളനം നടത്തും. അതിൽ ഞെട്ടിപ്പിക്കുന്ന ചില വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നായിരുന്നു അജയ് മാക്കൻ അറിയിച്ചിരുന്നത്. അജയ് മാക്കൻ്റെ വാർത്താ സമ്മേളനം 11 മണിക്ക് തന്നെ ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്: കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും 9 ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചിരിക്കുന്നു. ആ മരവിപ്പിച്ച നടപടിയിലൂടെ കോൺഗ്രസിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ തന്നെ താറുമാറാകുന്നു. അത് നടത്താൻ വേണ്ടി കഴിയുന്നില്ല എന്നായിരുന്നു അജയ് മാക്കൻ പറഞ്ഞു തുടങ്ങിയത്. വസന്ത്, എത്രത്തോളം ഗൗരവമാണ് ഈ അജയ് മാക്കൻ്റെ ഈ വെളിപ്പെടുത്തൽ? ബാലു, ദി എംപയർ സ്ട്രൈക്സ് ബാക്ക് എന്നൊരു ഇംഗ്ലീഷ് വാചകമുണ്ട്. അത് ഏകദേശം ശരിവെക്കുന്നതാണ് ഇന്നത്തെ നടപടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് വന്ന ആ ഒരു സുപ്രധാന വിധി BJPക്ക് എത്രത്തോളം ആഘാതമുണ്ടാക്കി എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നടപടി. ഒരുപക്ഷെ BJP ഇത്തരത്തിലൊരു സുപ്രീം കോടതി വിധി വരുന്നു എന്ന് പ്രതീക്ഷിച്ചിരിക്കാം. അതായത് വാദത്തിൻ്റെ പോക്കൊക്കെ കാണുമ്പോൾ അവർക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അതായിരുന്നു 2 ദിവസം മുമ്പ് കൃത്യമായി തന്നെ കോൺഗ്രസിൻ്റെ, ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു അക്കൗണ്ട് മരവിപ്പിക്കുക എന്നുള്ളത് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാര്യമാണ്. പല കാരണങ്ങൾ ഇപ്പോൾ അതിന് പറയുന്നുണ്ട്. അതിൽ 9 ബാങ്ക് അക്കൗണ്ടുകളാണ്. ബാങ്ക് ഓഫ് ബറോഡയിലും അതുപോലെ തന്നെ കാനറ ബാങ്കിലും ഉണ്ടായിരുന്ന 9 ബാങ്ക് അക്കൗണ്ടുകളായിരുന്നു മരവിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് ആ വാർത്താ സമ്മേളനത്തിൽ അജയ് മാക്കൻ കൃത്യമായി തന്നെ അതിന് 2 കാരണങ്ങൾ പറഞ്ഞിരുന്നു. ആ കാരണങ്ങളൊന്ന് വിശദീകരിക്കാമോ? 2 കാരണങ്ങളിൽ ഒന്ന്, 2018-19 കാലഘട്ടത്തിലെ റിട്ടേൺ നൽകുന്നത് കാലതാമസമുണ്ടായി എന്നുള്ളത്. മറ്റൊന്ന്, ഒരു അക്കൗണ്ടിൽ ഏകദേശം 14.4 ലക്ഷം രൂപ പണമായി കിടക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇത് വിശദീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല എന്നുള്ള കാരണങ്ങളാണ് ഉന്നയിക്കുന്നത്. 2018-19 കാലഘട്ടം തെരഞ്ഞെടുപ്പ് വർഷമായിരുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്ന റീസൺ. അതായത് ഇപ്പോൾ അജയ് മാക്കൻ വിശദീകരിച്ചത് അത്തരത്തിലാണ്. തിരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാ ആദായ നികുതി റിട്ടേണുകളും ഫയൽ ചെയ്യുന്നതിന് അല്ലെങ്കിൽ നൽകുന്നതിന്, സമർപ്പിക്കുന്നതിന് വേണ്ടി സമയം നീട്ടി നൽകിയിരുന്നു. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അത് 45 ദിവസത്തെ വ്യത്യാസം, അതായത് അവസാന തീയതിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതിന് ഒരു കാരണം അവർ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പാണ് തുടങ്ങിയ കാര്യങ്ങൾ. ഡിസംബർ 31 നൽകേണ്ട ആദായ നികുതി വകുപ്പിൻ്റെ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് അത് 45 ദിവസം വൈകിയെന്നാണ്. സാധാരണഗതിയിലാണെങ്കിൽ ഒരു പിഴ നൽകിയാൽ, ഒരു നോമിനൽ പിഴ നൽകിയാൽ അത് വെയ്വ് ഓഫ് ചെയ്യാവുന്നുള്ള, അല്ലെങ്കിൽ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം മാറ്റാവുന്ന ഒരു കാര്യമാണെന്നാണ് മാക്കൻ വിശദീകരിച്ചത്. അല്ല, അത് കണ്ടോൺ ചെയ്യാറുണ്ട്. സാധാരണ ഇപ്പോൾ എല്ലാ വ്യക്തികൾക്ക് പോലും അത്തരത്തിൽ ഈ കാലതാമസം വരുമ്പോഴും നമ്മൾ ഫയൽ ചെയ്യാൻ താമസിച്ചാൽ പോലും അതിനൊരു ചെറിയ പിഴ ഈടാക്കി നൽകുന്നതാണ്. പക്ഷേ ഇത്തരത്തിലൊരു നടപടി എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇത്തരത്തിൽ ഒരു ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 2 ആഴ്ച മുമ്പ് തന്നെ മരവിപ്പിക്കുക എന്നുള്ള ഒരു ഗുരുതര നടപടിയിലേക്ക് ആദായ നികുതി വകുപ്പ് പോകണമെങ്കിൽ അതൊരു രാഷ്ട്രീയ തീരുമാനം തന്നെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്രത്തോളം ആഘാതം BJPക്ക് അത് ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ, അതായത് ഇന്നലത്തെ സുപ്രീം കോടതി വിധി എന്നുള്ളത് നമ്മളിപ്പോൾ അറിയണം. ഇത് ഒരു രാഷ്ട്രീയ വൈരാഗ്യം അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഒരു പോരടിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് ഇതിനെ മറ്റൊന്നും പറയാൻ കഴിയും. അതിനോടൊപ്പം ഞാനിന്ന് ആ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നത്, അതിനുശേഷം കോൺഗ്രസ് നേതാക്കൾ ആ പണം സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിരുന്നു. അത് പറഞ്ഞത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സിറ്റിംഗ് MPമാരിൽ നിന്ന് പണമായി, അതായത് ഒരു ചെറിയ ലെവി പോലെ, സാധാരണ പാർട്ടികളൊക്കെ ലെവി സ്വീകരിക്കുന്നത് പോലെ കുറച്ച് പണമായി വാങ്ങിയിരുന്നു. ആ പണമായിരുന്നു യഥാർത്ഥത്തിൽ ക്യാഷായി കാണിച്ചിരുന്നതെന്നാണ് കോൺഗ്രസ് വിശദീകരിക്കുന്നത്. അത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു വിശദീകരണം, MPമാരിൽ നിന്ന്, പാർലമെൻറ്റിൻ്റെ 2 സഭകളിലുമുള്ള MPമാരിൽ നിന്ന് വാങ്ങിയ തുക, ആ പണമായിരുന്നു ക്യാഷായിട്ടുണ്ടായിരുന്നതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ കോൺഗ്രസിന് ആശ്വസിക്കാവുന്ന ഒരു കാര്യം, നിലവിൽ ഈ ആദായ നികുതി അപ്പലേറ്റ് ട്രിബ്യൂണലിനെ കോൺഗ്രസ് സമീപിച്ചിരുന്നു. അപ്പലേറ്റ് ട്രിബ്യൂണൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു വിധി പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു ഇടക്കാല ഉത്തരവാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഈ കേസിൽ വിശദമായ വാദം കേൾക്കൽ പിന്നീടായിരിക്കും നടക്കുന്നത്. നിലവിൽ ആദായ നികുതി അപ്പലേറ്റ് ട്രിബ്യൂണൽ പറഞ്ഞിരിക്കുന്നത്, ഈ ബാങ്കിൽ കിടക്കുന്ന പണം അത് ചെലവഴിക്കുന്നത് അല്ലെങ്കിൽ അതിൽ ക്രയവിക്രയം നടത്തുന്നതിന് കോൺഗ്രസിന് അനുമതി പാർട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അത് നൽകിയില്ലായിരുന്നുവെങ്കിൽ കോൺഗ്രസ് അതിൻ്റെ രൂപീകരണത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് പോയേനെ എന്നതായിരുന്നു യാഥാർത്ഥ്യം.